ധർമ്മസ്ഥലയിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മനാഫിന് ഇപ്പോൾ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇതിന് പിന്നിൽ സംശയിക്കുന്ന വലിയ ഗൂഢാലോചനയാണ്. എന്തുകൊണ്ടായിരിക്കും ആ ഗൂഢാലോചന ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തിൽ എത്തി നിൽക്കുന്നത്? ഒന്ന്, ഈ മനാഫിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന വിഷയം. രണ്ട്, ശബരിമല ധർമ്മസ്ഥലയ്ക്ക് എതിരെയുള്ള ഗൂഢാലോചന. ഇത് രണ്ടുമാണ് ഇതിനകത്ത് വിഷയം. ഈ കേസ് അന്വേഷിക്കുന്നത് ഇത് കർണാടക പോലീസ്. അതിന് കർണാടക പോലീസായാലും കർണാടക ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം അതിന് എതിരായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമേ അവിടെ നടക്കൂ എന്ന് പറയാൻ കാരണം, ധർമ്മസ്ഥലയുടെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അതിനെ കർണാടക ചീഫ് മിനിസ്റ്റർ ഒറ്റ രാത്രി കൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട ശവശരീരമെന്നാണ് അതിൽ ആരോപണം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അയാളെ അവിടെ നിന്ന് ആ ഒരു സ്കാവഞ്ചർ തൊഴിലാളി അയാളെ പിരിച്ചുവിടുന്നു. അവിടുത്തെ കോൺട്രാക്റ്റ് വർക്കറായിരുന്നു അയാൾ. എത്രയോ നൂറുകണക്കിന് ശവശരീരങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ചെയ്തത്. ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുന്നത് തന്നെ അത് അതിശയോക്തിയുണ്ട്. കാരണം ഒരു ശവശരീരം ഒറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി ഒരു വനാന്തരത്തിൽ കുഴിച്ചിടാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. അത് 5 അടി 10 അടിയൊക്കെ താഴ്ചയിൽ കുഴിച്ചിടാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അതുപയോഗിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ധർമ്മസ്ഥല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ആ ഒരു ട്രസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൽ വെറും ഭക്തിയും ഈശ്വരാരാധനയും മാത്രമല്ല. കാരണം ഇന്ന് ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമുക്ക് ഭക്തി കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പങ്ങളോ ആരാധനകളോ കുറഞ്ഞതുകൊണ്ടല്ല ആൾക്കാർ മതം മാറുന്നത്. അവർ അടിസ്ഥാനപരമായിട്ട് അവർക്ക് ജോലിയില്ല, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നല്ല ജീവിത നിലവാരം, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം സമാധാനമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ട്രൈബൽ ഏരിയ അല്ലെങ്കിൽ വില്ലേജ്, അപ്പോൾ അവരിൽ ചെന്ന് ഇതൊന്നുമല്ല ജീവിതം, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞത് ഇതാ ഇതുപോലെയൊക്കെയാണ് എന്ന് പറഞ്ഞ് 2-3 സാധനങ്ങൾ അവതരിപ്പിച്ച് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്താൽ ഈ മനുഷ്യനിൽ ആവശ്യമില്ലാത്ത അത്യാഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ അടിസ്ഥാനപരമായി പറയുന്ന എന്താണ്? മനുഷ്യന് വേണ്ടത് എന്താ? വായു, ജലം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നുമല്ല ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോവാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ഇവരെ പ്രലോഭിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ധർമ്മസ്ഥലയിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അവിടെ ഈ ഭക്തിയുടെ കൂടെ തന്നെ ഏറ്റവും പ്രധാനം അന്നദാനം. അവിടെ ആരും വിശന്ന് ആ പരിസരത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. അന്നദാനമുണ്ട്. ആ ധർമ്മസ്ഥലം മാത്രമല്ല, ആ പരിസരം, ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത്, ഒന്ന് അന്നപൂർണേശ്വരി, വേറെ ഒന്ന് ഉടുപ്പി. അപ്പോൾ ഇങ്ങനെ ആ മേഖലയിൽ സുബ്രഹ്മണ്യ, ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളിലും തന്നെ അന്നദാനമുണ്ട്. അപ്പോൾ ധർമ്മസ്ഥലയിൽ അന്നദാനത്തിനേക്കാളും പ്രധാനമായിട്ടുള്ളത്, അവിടുത്തെ വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അവർ ആ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് അവരതിന് ഒരു മൈക്രോ ഫിനാൻസ് പോലെ ഒരു ലോൺ കൊടുക്കും. ആ ലോൺ കൃത്യമായി ഇന്നേ വരെ അടഞ്ഞിട്ടുമുണ്ട്. കാരണം അത് വേറെ എഴുത്തുകൂത്തൊന്നും ഇല്ലാതെ അവിടുത്തെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം അവിടെ ചെയ്യുന്ന സത്യപ്രതിജ്ഞ, അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അടഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ ഒരു സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്, ഒരു വലിയൊരു സോഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇത് ഹിന്ദു എന്നുള്ളൊരു വിഭാഗത്തിൽ ഇതുപോലൊരു സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു ചർച്ചോ അല്ലെങ്കിൽ ഒരു മോസ്കോ അതിൻ്റെ ഒരു സെറ്റപ്പിലാണെങ്കിൽ അതിനൊരു വലിയൊരു പൊളിറ്റിക്കൽ ബാക്കിങ്ങും അതിനൊരു വലിയൊരു സ്ട്രക്ചറും ഉണ്ട്. കൃത്യമായി തന്നെ സമൂഹത്തിൽ ഇടപെടുന്നു. അതെ. അപ്പോൾ നമ്മളെ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കുത്തഴിഞ്ഞ സംവിധാനം. അപ്പോൾ അതല്ലാതെ ഇത്ര സ്ട്രക്ചർഡായിട്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിങ് എങ്ങനെയാണ്? അവിടെ വരുന്ന കാണിക്ക വരുമാനം മാത്രമല്ല ബാക്കിങ്, അവർ നടത്തുന്ന എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, മറ്റ് അതുപോലെയുള്ള എത്രയോ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നു. ഇതെല്ലാം നോൺ പ്രോഫിറ്റബിൾ ട്രസ്റ്റുകളാണ്. അപ്പോൾ ആ ട്രസ്റ്റിൽ നിന്നാണ് ഇവിടെ ഇത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള പണം വരുന്നതും ഈ കാര്യങ്ങൾ നടന്നു പോകുന്നതും. ബാക്കി ദാനം വരുന്നത് കാണാം. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. പിന്നെ എത്രയോ ഏക്കർ സ്ഥലം ഈ ട്രസ്റ്റിൻ്റെ അധീനതയിലുണ്ട്. ഇതിനെ പിടിച്ചെടുക്കണം എങ്ങനെയെങ്കിലും, ഇത് ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് ഇല്ലാതാക്കണം.
അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു. അവിടുത്തെ തന്നെ ഒരു ഭൂമാഫിയ ഒരു സെറ്റ് അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അവർക്ക് ആ പരിസരത്തെ അവരൊരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നില്ല. അപ്പോൾ അത് കാരണം അവർ വാങ്ങിക്കൂട്ടിയ വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കൂട്ടിയ വസ്തുക്കൾക്ക് വിറ്റുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വൈരാഗ്യം ഇത് വന്നു. വേറെ ചില വാഹന സൗകര്യങ്ങൾ അതിൻ്റെ ഒരു ലോബി ഉണ്ടായിരുന്നു. ആ ലോബി ഈ ട്രസ്റ്റ് ഇടപെട്ട് വേറെ ആൾട്ടർനേറ്റ് സംവിധാനം ഉണ്ടാക്കി. കാരണം അവിടെ നേരിട്ട് പോയി എത്താനായിട്ട് ബസ്സോ ട്രെയിനോ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഈ ടാക്സികളിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സംഘടിച്ചു ഇതിനെതിരായിട്ട്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ സംവിധാനം ലോകം മുഴുക്കെ ആരെല്ലാം ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയാലുക്കളുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ നമ്മളെ മുന്നിലേക്ക് കയറുമോ, ഇന്ത്യ ഇപ്പോൾ എന്താണ് 4th ലാർജസ്റ്റ് 3rd ലാർജസ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ എക്കോണമി. അപ്പോൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി വൈദേശിക ശക്തികൾ മുഴുവൻ ഒന്നിക്കുന്നത് പോലെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭാരതീയ സംസ്കാരവും ഭാരതീയ വിശ്വാസങ്ങളിലുമുള്ള ജനങ്ങളാണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കരമായ ഗൂഢാലോചന. ആ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഈ മനാഫ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി ഇത് ക്യാമറയിൽ വരും, പത്രത്തിൽ വരും, 4 പേര് അറിയപ്പെടും, ഫേസ്ബുക്കിലിടാം, ഒരു പബ്ലിസിറ്റി മാനിയാക്കി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ട കാണും. കാരണം ഇങ്ങനെ ഒരാൾക്ക് ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോയാലേ എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ വീട്ടിൻ്റെ കാര്യവും നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കാതെ ഒരാളിനെ ഇറക്കണമെങ്കിൽ അവിടെ ഏതോ ഒരു ഫൈനാൻഷ്യൽ ബാക്കിംഗ് വരുന്നുണ്ട്, എങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന സ്ഥലവും ഈ കേരളത്തിലുള്ള വ്യക്തിയും തമ്മിൽ ആ പെർട്ടിക്കുലർ സ്ഥലമായിട്ട് വലിയ സംഗതിയൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് അവിടുത്തെ ഈ മരണപ്പെട്ടവർക്ക് നീതി വാങ്ങി കൊടുക്കണമെന്നാണ്. അത് ഒരുപാട് പേർക്ക് നമുക്ക് ലോകത്ത് നീതി വാങ്ങി കൊടുക്കാനുണ്ട്. അവിടെ ഒന്നും പോവാതെ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം വന്നതിനെയാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കി ലോകത്ത് എത്രയോ പേരെ എവിടെയെല്ലാമോ കൊന്നു കുഴിച്ചിട്ടിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ കൊന്നതാരാണ്? നമ്മളെല്ലാം നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചത് ഹിറ്റ്ലറാണ് കൊന്നതെന്നാണ്, അല്ലേ? ജൂതന്മാരെ കൊന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് സോവിയറ്റ് യൂണിയനിലാണ്. റഷ്യക്കാരെ സോവിയറ്റ് യൂണിയനിൽ അവരെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നോ അല്ലെങ്കിൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് ആദ്യമേ കൊല്ലാൻ തുടങ്ങി. സ്റ്റാലിൻ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ കണക്ക് വന്നപ്പം ഇവർ ജർമ്മൻകാർ കൊന്നതിൻ്റെ എത്രയോ ഇരട്ടി ആൾക്കാരെ റഷ്യക്കാർ തന്നെ കൊന്നിട്ടുണ്ട്. അപ്പം മതത്തിൻ്റെ പേരിലൊന്നും അല്ല ഈ കൊലകൾ കൂടുതൽ നടക്കുക. അപ്പോൾ ഇതൊന്നും ആരും നോക്കുന്നില്ല. ബാക്കി എന്തെല്ലാം ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഭവങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്ഥലത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഭവങ്ങൾ, ഈ മനാഫ് വിശ്വസിക്കുന്ന അതേ സ്ഥാനത്തിൽ തന്നെയല്ലേ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ എവിടെയെല്ലാം വിഘടനവാദം ഉണ്ടാവുന്നു, എവിടെയെല്ലാം എന്താണ് ഈ ഹ്യൂമൻ ബോംബ്, നമ്മൾ ഇന്നലെ കേട്ട ന്യൂസാണ് ബോംബെയിൽ, അല്ലേ? അപ്പോൾ ഇതെല്ലാം വെച്ച് കിട്ടുന്നത്, ഇതെല്ലാം ഒരു മതത്തിൻ്റെ പേരിലല്ലേ ഇത് ചെയ്തു വരുന്നത്. കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ നമ്മൾ ഇന്ത്യയിലെ വിവിധ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഇതിന് പിന്നിൽ ആരായിരിക്കും? ഇപ്പോൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് ആദ്യം മുതലേ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻവേഡേഴ്സ് അവരുടെ ലക്ഷ്യമാണ്. കാരണം ഭാരതത്തിലേക്ക് അവർ വന്നത് എന്തുകൊണ്ടാണ്? ഭാരതത്തിലേക്ക് വന്നതിൻ്റെ കാരണം അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഭാരതമായിരുന്നു. അന്ന് അമേരിക്കയൊന്നും വളർന്നു വന്നിട്ടില്ലല്ലോ. അന്ന് ബ്രിട്ടനുണ്ട്. ഈ ബ്രിട്ടൻ എന്ന് പറയണതും ഫ്രാൻസ് എന്ന് പറയണതും അല്ലെങ്കിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കോളനിവൽക്കരിച്ച് അവർ മറ്റുള്ളവൻ്റെ സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുവന്ന് വളർന്നവരാണ്. നമ്മളങ്ങനെയല്ല ചെയ്തത്. നമ്മൾ ആരെയും ആക്രമിക്കാൻ പോയില്ല. നമ്മൾ സമാധാനശീലരാണ്. നമ്മളീ പറയുന്ന എന്താണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദിയുടെ സംസ്കാരം വളരെ സാംസ്കാരികമായി വളർന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ പൊതുവേ സമാധാനശീലരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരയിൽ ആക്രമിച്ച് കീഴടക്കാൻ എളുപ്പമുണ്ട്. അവരുടെ കയ്യിൽ സ്വത്തുണ്ട്, അല്ലെങ്കിൽ പണമുണ്ട്, അല്ലെങ്കിൽ സ്വർണമുണ്ട്. അപ്പോൾ ഇതിനെ കൊള്ളയടിക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വൈദേശിക ശക്തികളെല്ലാം തന്നെ ഭാരതത്തിലേക്ക് അന്ന് കടന്നു കയറിയിട്ടുള്ളത്. അത് ഇസ്ലാമിക ശക്തികളായാലും ശരി, ഇനി പറയുന്ന ബ്രിട്ടീഷുകാരനായാലും പോർച്ചുഗീസുകാരനായാലും ഫ്രഞ്ചുകാരനായാലും എല്ലാം ഇവിടെ വന്ന് കയറിയത് നമ്മളെ ജനങ്ങളെ അവരെ അടിമകളാക്കുകയും നമ്മളെ സ്വത്ത് അവർക്ക് കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ 11ാം നൂറ്റാണ്ടിലാണ് ഗസ്നി, നമ്മൾ അറിയപ്പെടുന്ന ഗുജറാത്തിലുള്ള സോമനാഥ ക്ഷേത്രം ആക്രമിക്കുന്നത്. എത്രയോ പ്രാവശ്യം വീണ്ടും വീണ്ടും ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതെ, നിരന്തരമായി ആക്രമിച്ചു. അതിൽ ആ ക്ഷേത്രത്തിലെ ശിവലിംഗം, പ്രധാന ശിവലിംഗം തകർത്തു. അവിടെ ഉണ്ടായിരുന്നതെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയി സ്വത്തുക്കൾ. കാരണം ക്ഷേത്രങ്ങളിലെല്ലാം പണ്ട് മുതലേ സ്വത്തുക്കളുണ്ട്.
നമ്മൾ ഇന്നും തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ പത്തായമുണ്ട്. ഈ പത്തായത്തിനെക്കാളും വളരെ വലിയൊരു അറ, ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പോലെ ഇരിക്കും. കൊയ്ത്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കും. അതൊരു പൊതുസ്വത്താണ്. ആ നാട്ടിൽ നാളെ ഒരു ക്ഷാമം വന്നാൽ ഈ അറയിൽ നെല്ല് കാണും. ഇപ്പോൾ നമ്മൾ പുത്തരിക്കണ്ടം ക്ഷേത്രം പറയണില്ലേ, പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടല്ലേ പുത്തരിക്കണ്ടം. അപ്പോൾ പുത്തരിക്കണ്ടത്തിലെ അരി ഇതുപോലെ എത്രയോ ഏക്കർ നെല്ല് ആ ക്ഷേത്രത്തിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടത്തെ എടുത്തു നോക്കിയാലും ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ആചാരം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഒരു സോഷ്യൽ സെൻറ്റർ, നമ്മുടെ ഒരു എക്കണോമിക്കൽ സെൻറ്റർ ഇതായിരുന്നു. അപ്പോൾ ഇതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിൽ ഇപ്പം നടക്കുന്ന നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന ധർമ്മസ്ഥല. ഇനി 14-ാം നൂറ്റാണ്ടിൽ മധുര മീനാക്ഷി ക്ഷേത്രം അന്ന് മാലിക് കഫൂർ എന്ന് പറഞ്ഞ ഒരു സൈനിക തലവൻ ആക്രമിച്ചു. ഈ മാലിക് കഫൂർ എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഹിന്ദു ആയിരുന്നു, ഗുജറാത്തി. അവൻ ഇവരുടെ കൂടെ ചേർന്ന ശേഷം ഇതായിട്ട് അവരുടെ സൈന്യാധിപനായിട്ട് മാറുകയും, അപ്പോൾ ഇത് ആക്രമിച്ചപ്പോൾ മധുര മീനാക്ഷി വിഗ്രഹത്തിനെ നശിപ്പിച്ച് കളയും. കാരണം വരുന്ന വഴിയെല്ലാം നശീകരണവും കൊള്ളയും ബലാത്സംഗവും ഇങ്ങനെയുള്ളത് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള 5 ശിവാചാര്യന്മാർ അന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു, നമ്മൾ ഈ ക്ഷേത്രം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ രഹസ്യമായിട്ട് മധുര മീനാക്ഷി വിഗ്രഹത്തിനെ അവിടെ നിന്ന് കടത്തി. ഇത് വെളിയിൽ പറയില്ല എന്ന് പറഞ്ഞാണ് പ്രതിജ്ഞ, എന്ത് ചെയ്യുന്നു. ഇതിനെ കടത്തി അവിടെ നിന്ന് തിരുനെൽവേലിക്കടുത്ത് കൊണ്ടുവന്ന് അതിനെ ഒളിപ്പിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിനെ അതിനെ മതിൽ കെട്ടി അടച്ച ശേഷം അതിൻ്റെ വെളിയിൽ ഒരു ഫേക്ക് ശിവലിംഗം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇവർ വന്ന് എന്ത് ചെയ്തു, ആക്രമിക്കാൻ വന്നപ്പം മീനാക്ഷി വിഗ്രഹം ഇല്ല. ഈ ശിവലിംഗത്തിന് വെളിയിലുണ്ടായിരുന്ന ഫേക്ക് ശിവലിംഗത്തിനെ അടിച്ചുടച്ചു പോയി. ഒരു 48 വർഷം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു വിധത്തിലുള്ള പൂജയും ഇല്ലാതെ ക്ഷേത്രം അടഞ്ഞു കിടന്നു. ഇത് കഴിഞ്ഞ് അവിടെ ഇത് രണ്ടാമത് പുനർജീവിച്ച് വരുന്നത് നമ്മുടെ കർണാടകയിലുള്ള ഇതുണ്ടല്ലോ, വിജയനഗര സാമ്രാജ്യം. അവർ ഉയർന്നു വരുമ്പോഴാണ് ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം, നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ 5 പേരുണ്ടായിരുന്നതിൽ ഒരു ശിവാചാര്യൻ മാത്രമേ അന്ന് ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം വന്ന് പറയും, നിങ്ങൾ ഈ കാണുന്ന വിഗ്രഹം ഉടച്ചതിനെ ഒന്ന് നിങ്ങൾ തിരിച്ച് കൺസ്ട്രക്ട് ചെയ്യേണ്ട, ഇത് ഫേക്കാണ്. നിങ്ങൾ ഈ മതിൽ പൊളിക്കൂ, ഇതിൻ്റെ പിന്നിൽ ഒറിജിനൽ വിഗ്രഹമുണ്ട്, ഇത് ശിവലിംഗമുണ്ട്. മധുര മീനാക്ഷി വിഗ്രഹത്തിനെയും കൊണ്ടുവന്ന് 48 വർഷത്തിന് ശേഷം അത് ചെയ്ത മധുര മീനാക്ഷി ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ കർണാടകയിൽ, അവിടെ മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന എല്ലാം തകർത്തു. അവിടുത്തെ സ്ട്രീറ്റിൽ പോലും ഇന്ന് അതിൻ്റെ ബാക്കി നിൽപ്പുണ്ടെന്നാണ് കേട്ടത്. എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല ആ വിജയനഗരത്തിൻ്റെ ക്യാപിറ്റൽ. പിന്നെ അതുപോലെ എന്തിനേറെ പറയണം, ശബരിമലയിൽ തിരുക്കൊച്ചി സംസ്ഥാനം, അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? സി കേശവൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ അന്ന് ഈ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ശബരിമലയിൽ ആ പരിസരത്തുള്ള ചില ആൾക്കാർ രാത്രിയിൽ അവിടെ വന്ന്, എന്ന് വെച്ചാൽ അന്ന് പൂർണ്ണ സംരക്ഷണമില്ല, വർഷത്തിലൊരിക്കലും അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ ശബരിമല തുറക്കൂ. അപ്പോൾ അവിടെ വന്ന് മദ്യപിച്ച് ശബരിമല വിഗ്രഹമെല്ലാം അടിച്ചുടച്ച് ശബരിമല തീയിട്ട് നശിപ്പിച്ചു അമ്പലത്തിനെ. നടന്നാണ്. അന്ന് സി കേശവൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഒരു അമ്പലം നശിച്ചെങ്കിൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. ഇതാണ് ഭരണത്തലവന്മാർ കേരളത്തിൽ. അപ്പോൾ എന്നാൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് സംവിധാനത്തിന് അവിടുത്തെ കാണിക്കപ്പെട്ടി വരുന്നത് മുഴുവൻ റവന്യൂവിലേക്ക് എടുക്കണം. ഇതാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തിന് മേലുള്ള ചൂഷണം. അതോടൊപ്പം തന്നെ അല്ലേ, മലബാർ മേഖലയിൽ ടിപ്പുവിൻ്റെ പടയോട്ടവും ഉണ്ടായിട്ടുണ്ട്. മലബാർ മേഖലയിൽ ടിപ്പുവിൻ്റെ പടയോട്ടം, എവിടെയെല്ലാം പടയോട്ടങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അമ്പലങ്ങൾ തന്നെയാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്, എല്ലാ സ്ഥലങ്ങളിലും. ഇനി നിലയ്ക്കൽ സമരം നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും തുടരുകയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലയ്ക്കൽ സമരം നമുക്കറിയാം. ശബരിമല അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്ന മലകൾ, അതിനകത്തൊരു കുരിശിനെ കൊണ്ടുവന്നിട്ട് അതൊരു ഹിസ്റ്റോറിക്കൽ കുരിശാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ശ്രമം, അതിനെ പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമം, ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ വ്യത്യാസം ഉണ്ടായി. നമ്മൾ ഇങ്ങനെയുള്ളൊരു വഴക്കിന് പോകേണ്ട ആവശ്യമില്ല എന്ന് വിവരമുള്ള ക്രിസ്ത്യാനികൾ അന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനിപ്പോൾ ലേറ്റസ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അറ ഇപ്പോൾ തുറന്നേ പറ്റൂ. ആർക്കാണ് തുറക്കേണ്ടത്? കേരള സർക്കാർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പർ, അവിടെ ഒരു ജഡ്ജി ഉണ്ട്. സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള മുഴുവൻ പേരും എതിർത്തിട്ടും ഇദ്ദേഹത്തിന് ഒരാളിന് ഇപ്പം അറ തുറക്കണം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ സർക്കാർ അങ്ങ് ഒഴിഞ്ഞു പോണതിന് മുമ്പേ
ഇതിനകത്തുനിന്ന് എന്തെങ്കിലും നമുക്ക് കൈയിട്ട് വരാമെങ്കിൽ കൈയിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി അവിടെ അതിൻ്റെ ഒരു പാവയെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പറാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ. തിരുപ്പതി ദേവസ്വം, തിരുപ്പതി നമുക്കറിയാമല്ലോ, ഭയങ്കര ഇതേപോലെ തന്നെ വലിയ പ്രൗഢിയുള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്ത പ്രവൃത്തികളെന്ന് പറയുന്നത് ബൈബിൾ വിതരണം. തിരുപ്പതിയിൽ ക്യൂ നിൽക്കുന്നവരുടെ കയ്യിൽ ബൈബിള് കൊടുക്കുന്നത് അവിടെ നിന്ന് തിരുപ്പതി ദേവസ്ഥാനം അതിൻ്റെ ഓഫീസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബൈബിളാണ് എടുത്തുകൊണ്ട് വന്ന് വിതരണം ചെയ്യുന്നത്. തിരുപ്പതിയിൽ എത്ര പേര് ഹിന്ദുക്കളല്ലാത്തവർക്ക് ജോലി കൊടുത്തിരുന്നു എന്ന് ഈയിടെ നമ്മൾ അറിഞ്ഞു. കോടതി വിധി വന്നു, അവരെല്ലാം മാറ്റണം, അവിടെ ഹിന്ദുക്കൾ മാത്രം വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ആ തിരുപ്പതി പിടിച്ചെടുക്കണം. തിരുപ്പതിയിൽ അവിടെ ഒരു പള്ളി സ്ഥാപിക്കാൻ, ഒരു ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം പുറപ്പെട്ടു നിന്നവനാണ്. ആ മുഖ്യമന്ത്രിയാണ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയത്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായി നമ്മുടെ ഓരോ അടിസ്ഥാനത്തിനെയും നശിപ്പിക്കുക എന്നുവെച്ചാൽ ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു എന്നാക്കി തീർക്കണം. ഇവിടെ മൊത്തം ഒരു നമുക്കൊന്നും നേടിയില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ ആരും ഒന്നും നേടണ്ട. നമുക്ക് നേടാനുള്ളത് നമ്മുടെ മക്കളെ പേരിൽ എവിടെയെങ്കിലും ബാങ്കിൽ വിദേശത്തിട്ടോളാം. ഈ ഒരു രീതിയിലുള്ള അജണ്ട നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിലും, പിന്നെ ഒരു വലിയ വ്യാപകമായ ഒരു ഇൻ്റർനാഷണൽ അജണ്ട അത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ ഡീപ് സ്റ്റേറ്റ്. അല്ല, ഇതിനെയൊന്നും പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് കഴിയുന്നില്ല? ഹിന്ദു സമൂഹത്തിന് ഒരു ഏകീകരണം പണ്ടും ഇല്ല, ഇന്നും ഇല്ല. ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്നപ്പോഴേ എത്ര സായിപ്പുമാരുണ്ടായിരുന്നു? ഒരു കപ്പലിൽ വരുന്ന സായിപ്പുമാരല്ലേ കാണും. അപ്പോൾ വന്നപ്പോൾ ഇവർക്ക് സേവ ചെയ്ത് അവരുടെ ആളുകളായി കൂടെ കൂടിയതാര്? ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഭാരതീയർ. അന്ന് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ വരെ ഭാരതമുണ്ട്, ബംഗ്ലാദേശുണ്ട്, ബർമയിലും കുറേ ഭാരതീയരുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മളൊരു 10 കോടി കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ജനങ്ങളുണ്ടായിരുന്ന സമയത്താണ് വിരളിലെണ്ണാവുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ, അതിൽ പഠനത്തിൽ മുന്നോട്ട് വന്നവർ ഇന്നും വലിയ ഗമയിൽ പറയും പഴയ ICS ആണോ എന്ന് പറയും. എനിക്ക് പുച്ഛമാണ്. കാരണം നമ്മുടെ രാജ്യത്തിനെ അതിനെ ഒറ്റുകൊടുത്ത ബ്രിട്ടീഷുകാരൻ്റെ ആളായി ഇവിടെ നിന്ന് നാടൻ സായിപ്പായി അഭിനയിച്ചവരാണ് ഈ പറയുന്ന ICSകാർ. അവർ നമ്മളെ ഭാരതം നന്നാക്കാൻ നിന്നവരല്ല, ഭാരതത്തിനെ കൊള്ളയടിക്കാൻ നിന്നവരാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസമുള്ളവർ അവർ ബ്രിട്ടീഷുകാരൻ്റെ കൂടെ കൂടി. അപ്പോൾ എന്നും നമ്മളെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത് അത് ഹിന്ദുക്കളുടെ ഒരു വ്യക്തി താല്പര്യമായിരിക്കുമോ? എല്ലാ ഒരു അതൊരു സത്യമാണ്. പൊതുവേ എത്ര ഹിന്ദു കുടുംബങ്ങളിൽ യോജിപ്പുണ്ട്? നമുക്ക് പറഞ്ഞു തീർക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയിലോ ഒരു ജമാഅത്തിലോ വിളിച്ച് അവിടുത്തെ തർക്കങ്ങൾ പരിഹരിക്കും പോലെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള തർക്കങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുമോ? അനിയനും ചേട്ടനും തമ്മിലൊരു വീട്ടിൽ ചേരില്ല, ആണും പെണ്ണും തമ്മിൽ ചേരില്ല. എന്തിനിപ്പോൾ വന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരാത്തൊരവസ്ഥയായില്ലേ? അപ്പോൾ ഇതൊരു ഹിന്ദുക്കളുടെ ഒരു ശാപമാണിത്. ഇതിനകത്ത് ഒരിക്കലും നമുക്കൊരു സമൂഹം എന്നുള്ളൊരു ചിന്തയില്ല. നമ്മുടെ ആചാരം, നമ്മുടെ പാരമ്പര്യം അങ്ങനെയുള്ള ഇതില്ല. എവിടെയെങ്കിലും കുടിയേറുക, എന്നിട്ട് സ്വന്തം ഭൂമിയും സ്വന്തം കിടപ്പാടവും വിറ്റ് ആ പണവും കൊണ്ട് എവിടെയെങ്കിലും പോവുക. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി, എൻ്റെ കുടുംബം. അപ്പോൾ നമ്മൾ കയറി കിടക്കുന്ന ഒരു കുടുംബ വീടുണ്ട്, അവിടെ 4 അവകാശികളുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ ഷെയർ എന്നാൽ എനിക്ക് വിദേശത്ത് പോകാമെന്ന്. സ്വന്തം കുടുംബം കുളം തോണ്ടി സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്ന എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് ഒരു ഈ പറയുന്ന ഒരു ഏകീകരണം ഇതിനകത്ത് വരണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് നിന്നാലേ ശക്തിയുള്ളൂ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് കളയും. നമ്മൾ മറ്റേ ചുള്ളിക്കമ്പുകൾ കെട്ടി ഓടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒറ്റ ചുള്ളിക്കമ്പാണെങ്കിൽ ഓടിക്കുക എന്നുള്ള കഥയൊക്കെ പഠിപ്പിക്കും. പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഞാൻ പറയാറുള്ളതാണ്, 1 ശാസ്ത്രീയ അടിത്തറയില്ല, 2 ഹിന്ദു എന്താണെന്ന് അവൻ അറിയില്ല, ഹിന്ദു സംസ്കാരത്തെപ്പറ്റി പഠിക്കുന്നില്ല. നമ്മളൊരു ഹിന്ദു എന്നുള്ളതിൻ്റെ ലക്ഷ്യമെന്ത്? ഹിന്ദു എന്നുള്ളതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായി മുന്നോട്ട് വരികയെന്നോ അല്ലെങ്കിൽ സ്വത്തുണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല. നമ്മളീ പറയുന്ന മോക്ഷപ്രാപ്തി. മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗമാണ് ഹിന്ദുവിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ്. അതിന് പഠിക്കേണ്ടത് എന്താണ്? അതിന് പഠിക്കേണ്ടത് യമ നിയമ. അതിലാണ് നമ്മുടെ യോഗയൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? യോഗ, പ്രാണായാമ,
ഈ സ്റ്റെപ്പുകളൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതിൽ യമ എന്ന് പറയണത് തന്നെ ഈ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുക, സെൽഫ് പ്യൂരിഫിക്കേഷൻ. ഈ സെൽഫ് പ്യൂരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് ഹിന്ദു ആവേണ്ടത്, അത്യാഗ്രഹം കൂട്ടാൻ വേണ്ടിയല്ല. ഇത് ലോകത്തിൽ വേറെ ഒരു മതവും ഇത് ഈ രീതിയിൽ പഠിപ്പിക്കില്ല. അത് ഈ പറഞ്ഞ 8 സ്റ്റെപ്പുകൾ അഷ്ടാംഗ യോഗ എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ പാത. ഇത് പഴയ ആചാര്യന്മാർ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഫോളോ ചെയ്തെങ്കിലേ നമുക്ക് ഈ ഉള്ള ലൗകിക ചിന്തകളിലുള്ള അത് മാറുകയും നമുക്ക് ഈ ഭൗതികമായ ആസക്തികൾ ഇല്ലാതാവുകയും ചെയ്യും. നമുക്ക് ഒരു സംഗതി വേണ്ടാന്ന് വെക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ എല്ലാം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതൊന്നും കൊണ്ടുപോകാൻ പോകണില്ലല്ലോ. ഇവിടുന്ന് കളഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ഈ ശരീരം പോലും, ഈ ശരീരത്തിൽ കിടക്കുമ്പോഴല്ലേ ഈ പ്രശ്നമെല്ലാം ഉള്ളൂ. ശരീരത്തിന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ശരീരവും ഇല്ല, നമ്മളിട്ട വസ്ത്രവും ഇല്ല, എൻ്റേതായി ഒന്നുമില്ല, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി, ഈ തത്വം മനസ്സിലാക്കി ജീവിക്കേണ്ടവനാണ് ഹിന്ദു. ആ ഒരു ബോധം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് ഹിന്ദു. അതിൽ നല്ലൊരു സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ധർമ്മസ്ഥല. അവിടെ സാമൂഹികമായ വളർച്ച, ചുറ്റുപാടുമുള്ള പാവങ്ങൾക്കെല്ലാം അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞെങ്കിലേ ഈ സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റൂ. അല്ലാതെ ആ ട്രസ്റ്റ് മാത്രം വളർന്നതുകൊണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരണം. നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് വേണം. നമുക്ക് കിട്ടിയാൽ എത്രയും വാങ്ങണം എന്ന് പറഞ്ഞ് കൈ നീട്ടി വാങ്ങിച്ചാൽ പോരാ. വാങ്ങുന്നത് പോലെ തന്നെ കൊടുക്കുമ്പോഴുള്ള സന്തോഷമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. ആ കൊടുക്കുന്നത് എന്താ മദ്യപിക്കാനും ചൂത് കളിക്കാനും തോന്നിവാസത്തിനുമല്ല. നമ്മൾ കൊടുക്കുന്നത് മറ്റൊരുത്തനെ സാമൂഹികമായി വളർത്തിയെടുക്കാൻ, അവനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ. ആ രീതിയിലുള്ള ദാനം നമ്മുടെ സമൂഹത്തിൽ ശീലിക്കണം. അല്ലാതെ വെറുതെ രാവിലെ കഴിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്ന് 10 രൂപ എടുത്ത് കൊടുക്കുന്നതല്ല ധർമ്മം. ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനെ വളർത്തിയെടുക്കൽ, അടുത്ത തലമുറയെ വാർത്തെടുക്കൽ. ഇതിനു വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം, നമ്മുടെ ബുദ്ധി, നമ്മുടെ സമ്പത്ത് ഇത് നമ്മൾ ഉപയോഗിച്ച് സമൂഹത്തിന് വളർത്തിയെടുക്കണം. അതിൻ്റെ ഒരു നല്ലൊരു റോൾ മോഡലാണ് ഞാൻ പഠിച്ചിടത്തോളം ഈ പറയുന്ന ധർമ്മസ്ഥല. ബാക്കി എല്ലാം കൈയിട്ട് വാരി പോയി. കാരണം സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്പലങ്ങളിൽ ഇതൊന്നും ആ രീതിയിലല്ല നടക്കുന്നത്. ഇപ്പോൾ ശബരിമല എടുത്താലും ആ രീതിയിലല്ല നടക്കുന്നത്. അവിടെ കൊള്ളയാണ് നടക്കുന്നത്. അത് എടുക്കുന്നു, അതിനുവേണ്ടി എത്ര അവിടെ ചിലവാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ, കോടതി പറഞ്ഞില്ലേ, ശബരിമലയിലെ പൈസ എടുത്തിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നടത്തണ്ട, അത് ശബരിമല വികസനത്തിന് നടത്തിയാൽ മതി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇതിൽ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.